എല്ലാവർക്കും യുക്തിവാദിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയുടെ കാരണം എന്ന് പറയുന്നത്, ഈ വീഡിയോ ഉണ്ടാകാനുള്ള കാരണം ഞാൻ മറ്റൊരു വീഡിയോ കണ്ടതാണ്. എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത്. അവൻ എന്നോട് എന്ത് ദേഷ്യം ഉണ്ടായത് കൊണ്ടാണോ എന്നറിയില്ല, അവൻ എനിക്കത് അയച്ചു തന്നു. വളരെ മെനക്കെട്ട് ബുദ്ധിമുട്ടി 3-4 ദിവസം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടു തീർത്തത്. കാരണം ആ വീഡിയോ കേട്ടിരിക്കാൻ അത്രയും ക്ഷമ ആവശ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു. കള്ളങ്ങളും അർദ്ധസത്യങ്ങളും കൊണ്ട് കേട്ടിരിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ വീഡിയോ അല്ലെങ്കിൽ ആ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അപ്പോ ഞാനത് അയച്ചു തന്ന എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇതിനൊരു മറുപടി എന്നുള്ള നിലയിൽ ഒരു വീഡിയോ ചെയ്യേണ്ടതല്ലേ? അപ്പൊ അവൻ പറഞ്ഞ മറുപടി, ഈ വീഡിയോ അധികം ആരൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്തിട്ട് അതുവഴി ഒരു റീച്ച് അവന് കൊടുക്കണ്ട. ശരി എന്നുള്ള രീതിയിൽ ഞാനും അത് വിട്ടു. പിന്നെ ഓർത്തപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ഈ വീഡിയോ, അതായത് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ അധികം പേരൊന്നും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വഴി അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ വഴി ആ വീഡിയോക്ക് വലിയ രീതിയിലുള്ള റീച്ച് കിട്ടാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു മറുപടി പറഞ്ഞല്ലോ എന്നുള്ള ഒരു മനസ്സമാധാനം കിട്ടും. അപ്പൊ ആ ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഡോക്കിൻസിന്റെ ബാധ എന്ന് പറയുന്ന വീഡിയോക്കുള്ള ഒരു മറുപടിയാണ് എൻ്റെ ഈ വീഡിയോ. നമ്മുടെ ഈ വീഡിയോയുടെ പേര് ഗീബൽസിന്റെ ബാധ. അപ്പൊ എല്ലാവർക്കും യുക്തിവാദിയുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ഡോക്കിൻസിന്റെ ബാധ എന്ന വീഡിയോ ചില ക്ലിപ്പുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ക്ലിപ്പുകളും കേട്ടുകൊണ്ട് അതിനുള്ള മറുപടി പറയാം. അതിൽ ആദ്യത്തെ ക്ലിപ്പ് അദ്ദേഹം ആദ്യം പറഞ്ഞ ലക്ഷ്യം, യുക്തിവാദികളുടെ ലക്ഷ്യം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ യുക്തിവാദികൾക്ക് എന്തോ ഒരു കോമൺ ലക്ഷ്യമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പുള്ളി തന്നെ അവസാനം യുക്തിവാദികൾക്ക് ഒരു കോമൺ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കേൾക്കാം. യുക്തിവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും ലക്ഷ്യം. നിങ്ങൾ ഒരു 100 യുക്തിവാദികളോ സ്വതന്ത്ര ചിന്തകരോ നാസ്തികരോ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോമൺ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. ചിലർ പറയും എനിക്ക് മതങ്ങളില്ലാത്തൊരു സമൂഹം വേണമെന്ന്. ചിലർ പറയും എനിക്ക് ഹോമിയോപ്പതി, ആയുർവേദ ഇങ്ങനെയുള്ള സ്യൂഡോ സയൻസ് ഇല്ലാത്ത ഒരു സമൂഹം വേണമെന്ന്. ചിലർ പറയും നമുക്ക് സാമൂഹിക നീതി വേണം, ജെൻഡർ ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഒരു ജാതീയത ഇല്ലാത്ത സമൂഹം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതായത് അദ്ദേഹം പറയുന്നത്, അങ്ങനെ 100 യുക്തിവാദികളോട് ചോദിച്ചു കഴിഞ്ഞാൽ 100 പേരും 100 തരത്തിലാണ് പറയുക. ചില ആളുകൾ ജെൻഡർ ഇക്വാലിറ്റി വേണമെന്ന് പറയും. ചില ആളുകൾ ഈ ഹോമിയോപ്പതി പോലെയുള്ള കപട വൈദ്യങ്ങളിൽ നിന്നുള്ള മോചനം വേണമെന്ന് പറയും. അങ്ങനെ പല പല കാര്യങ്ങളാണ്. ഇവർക്കൊന്നും ഒരു കോമൺ ഗോൾ ഇല്ല എന്നാണ് പുള്ളി ഇതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് അടുത്തത് പറയുന്നത് നോക്കാം. പലതരത്തിലുള്ളൊരു സമൂഹമാണ് ഏതൊരു യുക്തിവാദിയോ അല്ലെങ്കിൽ സ്വതന്ത്രരൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം മാറേണ്ടതുണ്ടെന്നാണ്. അല്ലെ, സമൂഹത്തിന് മാറ്റം വേണമെന്നും സമൂഹം മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു ഏകകണ്ഠ അഭിപ്രായമുണ്ട്. സമൂഹത്തിലെ സിസ്റ്റം മാറണം, കൾച്ചർ മാറേണ്ടതുണ്ട്, മൂല്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം. ഓക്കെ, അപ്പോ അതായത് സമൂഹം മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാണ് പുള്ളി അവസാനം പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തെ, സമൂഹം മാറണം എന്നുള്ളതാണ് യുക്തിവാദികളുടെ ഗോൾ. അപ്പൊ അതിനെന്ത് വേണം? സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്. എന്തൊക്കെയാണ്? കപട വൈദ്യങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അന്ധവിശ്വാസങ്ങൾ, അശാസ്ത്രീയ മനോഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ യുക്തിവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകര് എന്ന് പറയുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യത്തിനോടും പ്രതികരിക്കണം എന്നുള്ള ഒരു നിയമമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും എല്ലാ കാര്യത്തിലും മറുപടി പറഞ്ഞിരിക്കണം, എല്ലാവരും എല്ലാ കാര്യത്തിലും ഇടപെടണം, അങ്ങനെയല്ല.
യുക്തിവാദികള് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകര് എന്ന് പറയുന്ന ആളുകള് അവരവരുടെ മേഖലകളിൽ ചില ആളുകൾക്ക് കപട വൈദ്യങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ കപട വൈദ്യങ്ങളോട് അതിന്റെ അശാസ്ത്രീയത തുറന്നു കാണിക്കുക എന്ന് പറയുന്നതിലായിരിക്കും കൂടുതലായിട്ട് അവരുടെ ഒരു കഴിവുള്ളത്. അപ്പൊ അവരത് ചെയ്യും. ചില ആളുകൾക്ക് മതവിമർശനമായിരിക്കും ചില ആളുകളുടെ ഒരു രീതി. അവർ മതവിമർശനം ചെയ്യും. ചില ആളുകള് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമൂഹത്തിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിലര് മതത്തിനകത്തെ ജാതീയതക്കെതിരെ സ്ത്രീ വിരുദ്ധതക്കെതിരെ അങ്ങനെ സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന എല്ലാത്തരം കാര്യങ്ങൾക്കുമെതിരെ സ്വതന്ത്ര ചിന്തകർ പ്രവർത്തിക്കും. ഓക്കെ. പക്ഷെ എന്താണ് ഗോൾ? സ്വതന്ത്ര ചിന്തകരുടെ കോമൺ ഗോൾ എന്താണ്? അത് സമൂഹം മാറണം. എങ്ങനെ മാറണം? ചുമ്മാ മാറുക എന്നുള്ളതല്ല. സമൂഹം പ്രോഗ്രസീവ് ആയിട്ട് മാറണം. പോസിറ്റീവ് ആയിക്കൊണ്ട് മാറണം സമൂഹം. അതാണ് ലക്ഷ്യം. അതാണ് കോമൺ ഗോൾ. തുടക്കത്തിൽ കോമൺ ഗോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും അവസാനം കോമൺ ഗോൾ ഉണ്ട്. ആ കാര്യത്തിൽ ഇവർക്കല്ല ആർക്കും തർക്കമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ തന്നെ തിരുത്തുകയാണ്. ആദ്യം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് വഴിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹം മാറണം. റിഗ്രസീവായ ആശയങ്ങളെ പിന്തള്ളിക്കൊണ്ട് പ്രോഗ്രസീവ് ആകണം. കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമൂഹം ഉണ്ടാകണം. അതാണ് ലക്ഷ്യം. ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ജാതീയതക്കെതിരെയും സ്ത്രീ വിരുദ്ധതക്കെതിരെയും ഒക്കെയുള്ള സ്വതന്ത്ര ചിന്തകരുടെ അല്ലെങ്കിൽ യുക്തിവാദികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ സമൂഹം മാറണം എന്ന കോമൺ ഗോളിലേക്കുള്ള വഴിയാണ്. പല വഴിയിലൂടെ സഞ്ചരിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് കേട്ടു നോക്കുക. നിങ്ങൾ എവിടെയാണോ തുടങ്ങുന്നത്, എവിടെയാണോ അവസാനിക്കുന്നത്. കോമൺ ഗോൾ ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങുകയും എന്നാൽ കോമൺ ഗോൾ ഉണ്ട്, അതിൽ യുക്തിവാദികൾക്ക് ആർക്കും എതിരഭിപ്രായമില്ല എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്യും. സത്യത്തിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ വീഡിയോ കാണാം. വീഡിയോ ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ വീഡിയോ കേൾക്കാം. രണ്ടാമത്തെ വീഡിയോയിൽ പുള്ളി ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, സമൂഹം എങ്ങനെയാ മാറുന്നത്? സമൂഹം എങ്ങനെയാ മാറുന്നതെന്ന് അറിഞ്ഞാലേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് ആയുർവേദവും ഒക്കെ ഇപ്പം സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ അത് എന്ത് ചെയ്താലാണ് മാറുക എന്ന ഒരു ഐഡിയ വേണമല്ലോ. അപ്പോൾ യുക്തിവാദികൾക്ക് ഒരു ഐഡിയ വേണം, എങ്ങനെയാണ് സമൂഹം മാറുന്നത്, അതിനെക്കുറിച്ചൊരു വീക്ഷണം വേണം. അതെ, യുക്തിവാദികൾക്ക് ആ ഐഡിയ ഉണ്ട് സുഹൃത്തെ. യുക്തിവാദികൾക്ക് ആ ധാരണ ഉണ്ട്. ആ ധാരണ ഉള്ളവരാണ് യുക്തിവാദികളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരായിട്ട് മാറുന്നത്. അതായത് സമൂഹം മാറണമെന്നും സമൂഹം മാറണമെങ്കിൽ എന്തെല്ലാം വേണം എന്നുമുള്ള ധാരണ കൃത്യമായിട്ട് ഉള്ള ആളുകളെയാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പറയുന്നത്. ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് മാറണം, എന്തെല്ലാം മാറ്റിയാലാണ് സമൂഹം കൂടുതൽ പ്രോഗ്രസീവ് ആവുക എന്ന ധാരണ വളരെ കൃത്യമായിട്ട് ഉള്ള ആളുകളാണ്. അത്തരം ആളുകളെയാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷെ സ്വതന്ത്ര ചിന്തകർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത്. അതിന് അശാസ്ത്രീയമായ കാര്യങ്ങൾ അശാസ്ത്രീയമാണ് എന്ന് പ്രചരിപ്പിക്കാം. അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ചെയ്യാം, ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സമൂഹമായി കൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാം. അത് ഒരാൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിനേക്കാൾ മോശപ്പെട്ട കാര്യമല്ല. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് ചെയ്യാം. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമേ ആളുകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂ. ചില ആളുകൾ അതുകൊണ്ടാണ് ഈ മതം മതം എന്ന് പറയുന്ന അവനവൻ കളഞ്ഞിട്ട് പോകുന്ന അല്ലെങ്കിൽ അവനവൻ വിട്ടിട്ട് പോകുന്ന മതത്തിലെ അശാസ്ത്രീയത, യുക്തിരാഹിത്യം, അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഈ മതവിശ്വാസികൾക്കിടയിൽ ഇതെല്ലാം അന്ധവിശ്വാസമാണ്, അബദ്ധജടിലങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ തിരുത്താൻ അല്ലെങ്കിൽ അവർക്കൊരു ഒരു സ്പാർക്ക്, അവരുടെ ചിന്താമണ്ഡലത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് യുക്തിവാദികൾ ശ്രമിക്കുന്നത്. ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യുക്തിവാദികൾക്കറിയാം സമൂഹം മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ അത് അറിയുന്ന ആളുകളെയാണ് നമ്മൾ യുക്തിവാദികൾ
സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഈ കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നാണ് സ്വതന്ത്ര ചിന്തകരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കാര്യം, ഈ ഒരു ചെറിയ കാര്യം, ആരാണ് സ്വതന്ത്ര ചിന്തകൻ, എന്താണ് യുക്തിവാദം, അല്ലെങ്കിൽ എന്താണ് യുക്തിവാദി എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ അറിഞ്ഞു വെക്കണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് നമ്മളോട് പറയാനുള്ളത്. നമുക്ക് അടുത്ത ഒരു ക്ലിപ്പിലേക്ക് പോകാം. മറ്റ് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഡോക്കിൻസിന്റെ ബാധ എന്ന് പറയുന്ന വീഡിയോയിൽ പ്രഭാഷകൻ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോ ചർച്ച ചെയ്ത, അല്ലെങ്കിൽ നമ്മളിപ്പോ കേട്ട രണ്ട് കാര്യങ്ങൾക്ക് ശേഷം നേരെ പോകുന്നത് ഡോക്കിൻസിലോട്ടാണ്. ഡോക്കിൻസിന്റെ മീൻ, അല്ലെങ്കിൽ ഡോക്കിൻസിന്റെ മതം ഒരു വൈറസ് ആണ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ പുള്ളി കോട്ട് ചെയ്തുകൊണ്ട്, ഡോക്കിൻസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് മീം എന്നുള്ളതിനെ കുറിച്ച് എന്റെ ഒരു മനസ്സിലാക്കലാണ് ഞാനിവിടെ പറയുന്നത്. അത് ഈ വീഡിയോക്കുള്ള മറുപടി ആയിട്ടും എടുക്കാവുന്നതാണ്. എന്താണ് മീം? റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങളിലൂടെയാണ് ഈ മീം എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് സെൽഫിഷ് ജീൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ പുസ്തകം ഗോഡ് ഡെലൂഷൻ എന്ന് പറയുന്ന പുസ്തകം. ഈ രണ്ട് പുസ്തകത്തിലൂടെയാണ് പുള്ളി ഈ മീം എന്ന് പറയുന്ന ഒരു ആശയം പങ്കുവച്ചിട്ടുള്ളത്. അതായത് ജീവലോകത്ത് ജൈവികമായ കാര്യങ്ങൾ അത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത് ജീനുകൾ വഴിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ രൂപ സവിശേഷതകൾ, കളർ, അതിന്റെ നിറം, അതിന്റെ മുടി, അങ്ങനെ കണ്ണിന്റെ രൂപം തുടങ്ങിയിട്ടുള്ള ജീവികളുടെ രൂപ സവിശേഷതകൾ കൈമാറുന്നത് ജനിതകമായിട്ടാണ്. ജനറ്റിക്കൽ ഡാറ്റ കൈമാറുന്നത് ജീൻ വഴിയാണ്. അതുപോലെ മനുഷ്യരിലും സംസ്കാരമുണ്ട്. മനുഷ്യനൊരു സാംസ്കാരിക ജീവിയാണ്. സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യരിൽ സംസ്കാരം ഉരുത്തിരിയും. ഈ സംസ്കാരം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത് മീമുകൾ വഴിയാണ് എന്നാണ് നമ്മുടെ റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിന്റെ മെമറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ജനിതകപരമായിട്ട് നമുക്ക് കൈമാറി കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മുതിർന്നവരെ ബഹുമാനിക്കുക. ഈ മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു ഒരു ആശയം നമുക്ക് ജനിതകപരമായിട്ട് കൈമാറി കിട്ടുന്നതല്ല. അത് നമ്മുടെ മുതിർന്നവർ അവരുടെ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മുതിർന്ന ആളുകൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ അനുകരിക്കുന്നത് കൊണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഒരാളൊരു പാട്ട് പാടുന്നു, നമ്മളത് കേട്ടിട്ട് നമ്മളത് സ്വായത്തമാക്കിയിട്ട് നമ്മളത് പാടും. ഇതൊന്നും ജനിതകമായിട്ട് കിട്ടുന്നതല്ല. ഇതെല്ലാം അനുകരണത്തിലൂടെ, ഇമിറ്റേഷൻസിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് മതങ്ങളും. മതം നമുക്ക് ഒരിക്കലും ജനിതകമായിട്ട് കിട്ടുന്നതല്ല. ഒരു മനുഷ്യ കുഞ്ഞും ഒരു ഹിന്ദു ആയിട്ടോ ഒരു ക്രിസ്ത്യാനി ആയിട്ടോ ഒരു മുസ്ലിം ആയിട്ടോ ജനിക്കുന്നില്ല. എല്ലാവരും ജനിക്കുന്നത് ഒരു മനുഷ്യ കുഞ്ഞായിട്ടാണ്. പിന്നീട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ആശയമാണ് ഈ മതം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് എത്തിച്ചേരുന്നത്? നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? മുതിർന്നവരിൽ നിന്ന്. നമ്മൾ മുതിർന്നവരെ അനുകരിക്കുന്നു, അല്ലെങ്കിൽ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരുന്നു, മുതിർന്നവർ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ മതത്തിൽ എത്തുന്നത്. നമുക്ക് ഒരാളും മതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മതം ഉണ്ടാകില്ല. അപ്പൊ ഇതെങ്ങനെയാണ് തലമുറകളിലേക്ക് ഈ സാംസ്കാരികമായിട്ടുള്ള ആശയങ്ങൾ കൈമാറുന്നത് എന്നുള്ളതിന് റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് മീമുകളിലൂടെ എന്നുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നു, മതം ഒരു അപകടകരമായ മീം ആണ്. അത് മനസ്സിനെ ബാധിച്ച ഒരു വൈറസ് ആണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം അത് പറയാനായിട്ട് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മതം അസഹിഷ്ണുത ഉണ്ടാക്കുന്നു, മതം ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ചില കാരണങ്ങൾ കൂടി
മതം ഒരു വൈറസ് ആണ് എന്ന് പറയുന്നതിലൂടെ റിച്ചാർഡ് ഡോക്കിൻസ് പങ്കുവെക്കുന്നുണ്ട്. അപ്പോ ഈ പ്രഭാഷകന്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഈ മതം ഒരു വൈറസ് ആണ് എന്ന് പറയുന്ന ആശയം കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത്. അത് പുള്ളിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ധാരണയിലാണ് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അതായത് റിച്ചാർഡ് ഡോക്കിൻസിന്റെ വൈറസ് എന്ന് പറയുന്ന മതം വൈറസ് ആണ് എന്ന് പറയുന്ന ഒരു ആശയം പുള്ളിയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ്. അത് കേരളത്തിലെ ആളുകളും ഏറ്റെടുക്കുന്നു. ഇസ്ലാം ഇസ് ഡേറ്റി, മുസ്ലിംസ് ആർ ലവ്ലി എന്നൊക്കെ ചില സ്വതന്ത്ര ചിന്തകർ ഇവിടെ പറയുന്നു. അതൊക്കെ വളരെ മോശമല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് പോകുന്നത്. അതായത് ഒരു ആശയം മോശമാണ് എന്ന് പറയുന്നത് റേസിസമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിലോട്ട് നമുക്ക് ഈ വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആശയം മോശമാണ് എന്ന് പറയും, അതെങ്ങനെയാണ് റേസിസം ആകുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കുകയും വേണം. കാരണം റേസിസം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്, വംശീയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആശയം മോശമാണ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ഇത് രണ്ടും രണ്ടാണ്. രണ്ടായിട്ട് തന്നെ നമുക്ക് കാണണം. അല്ലെങ്കിൽ നമുക്കൊരു ആശയത്തെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മൾ കമ്മ്യൂണിസം അതൊരു മോശം ആശയമാണ് എന്ന് വിമർശിക്കുന്നത് റേസിസം അല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അത് റേസിസമാണ്. അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾ അത് വളരെ റിഗ്രസീവ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് റേസിസമായിട്ട് മാറും. ഇദ്ദേഹത്തിന്റെ ലോജിക്ക് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് തുടർന്ന് പോകാം. അപ്പോ ഈ സ്വതന്ത്ര ചിന്തകർ, കേരളത്തിലെ ചില സ്വതന്ത്ര ചിന്തകർ ഈ റിച്ചാർഡ് ഡോക്കിൻസിന്റെ വൈറസ് എന്ന് പറയുന്ന ആശയത്തെ, മതം ഒരു വൈറസ് എന്ന് പറയുന്ന ആശയത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രഭാഷണം മുമ്പോട്ട് പോകുന്നത്. നമുക്കതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് അതിനുള്ള മറുപടി പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കേൾക്കാം. അതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത്. ഇവരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ഒരു മൈൻഡ് വൈറസ് ആണ്. ആളുകൾ ഗ്രന്ഥം വായിക്കുന്നു, ഗ്രന്ഥം വായിക്കുമ്പോൾ തന്നെ ഈ വൈറസ് നമ്മുടെ ബ്രെയിനിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, പിന്നെ ഒരു ബ്രെയിനിൽ നിന്ന് വേറെ ബ്രെയിനിലേക്ക് പടരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മതഗ്രന്ഥങ്ങൾ എടുക്കുന്നു, ഓരോ വാക്യങ്ങൾ വായിക്കുന്നു. ഇപ്പം ഖുറാൻ 5:10 UDHR നിരക്കുന്നതല്ല, ഖുറാൻ 10:20 സ്ത്രീ വിരുദ്ധമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? മാറ്റം വരാൻ, ഈ വൈറസിനെ മാറ്റാൻ. ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് ആരും ചോദിച്ചില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിന്റെ പ്രശ്നം ഇതെന്ത് വർക്ക് ചെയ്യുന്ന സംഭവമാണോ, ഇത് ശരിക്കും സമൂഹത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതെന്താണ്, ഇതിന്റെ ഗുണമാണോ ദോഷമാണോ എന്നൊന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. അങ്ങനെയല്ല സുഹൃത്തെ, സ്വതന്ത്ര ചിന്തകര് അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. അത് വർക്ക് ചെയ്യുന്നുമുണ്ട്. അത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് മതം വിട്ടുവരുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത്. മതം എന്ന് പറയുന്നത് ഒരു വൈറസ് തന്നെയാണ്. അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജീനുകൾ ആയിട്ടാണ്. അങ്ങനെ ഒരു മനുഷ്യക്കുട്ടിക്ക് മറ്റൊരു മുതിർന്ന ആൾ ഈ മതം ഇൻജക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാൾക്ക് മതം ഉണ്ടാകില്ല. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. ഒരാളും ഒരു ഹിന്ദു ആയിട്ടോ ഒരു മുസ്ലിം ആയിട്ടോ ഒരു ക്രിസ്ത്യാനി ആയിട്ടോ പാഴ്സി ആയിട്ടോ ഒന്നും ജനിക്കുന്നില്ല. മനുഷ്യക്കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് അവൻ വളർന്നു വരുമ്പോഴാണ് ഈ പുറമേ നിന്നുള്ള സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ഒരാള് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും എല്ലാമായിട്ട് മാറുന്നത്. അപ്പോ നമ്മുടെ സ്വതന്ത്ര ചിന്തകരുടെ പ്രവർത്തനങ്ങൾ ഈ മതത്തിലെ പൊള്ളത്തരങ്ങൾ, അശാസ്ത്രീയത, യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തുറന്നു കാണിക്കുന്നത് കൊണ്ട് കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്? കേരളത്തിൽ പോലും 10,000-കണക്കിന് ആളുകൾ മതം വിട്ടുവരുന്നു എന്ന് ചില പണ്ഡിതന്മാർക്ക് പ്രഭാഷണ വേദികളിൽ നിന്ന് കരയേണ്ടി വരുന്നത്. ഇതെല്ലാം തന്നെ യുക്തിവാദികൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും മതത്തിന്റെ കെടുതികളിൽ നിന്ന് ആളുകൾ ആ മതം വിട്ടുവരുന്നത് കണ്ട് ആസ്വദിക്കുകയും അല്ലെങ്കിൽ അതിന്റെ സന്തോഷം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ചിന്തിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കാത്തത് നിങ്ങൾ ഈ സമൂഹത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് തുടർന്നുള്ള ചില വീഡിയോ കാണാം. വീഡിയോയുടെ ഈ ഒരു ഘട്ടം മുതലാണ്
ചില നരേഷനുകളിലൂടെ, അർദ്ധസത്യങ്ങളിലൂടെ കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഈ പ്രഭാഷകൻ തുടങ്ങുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ ആ കുഴപ്പങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പുള്ളി പറയുന്നത്? നാസി റെജിമിലോട്ട് പോകണമെന്നാണ് പുള്ളി പറയുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് പുള്ളി പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നാസി അതാണ് റെജീമിലേക്ക് പോകണം. ഈ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഹിറ്റ്ലറിന്റെ സമയത്ത് നിങ്ങൾ ശുദ്ധരക്തമാണ് അല്ലെങ്കിൽ പ്യുവർ ആര്യൻ റേസ് ആണെന്ന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ പ്യുവർ ആര്യൻ റേസ് ആണെന്ന് നിങ്ങൾക്ക് ഓക്കെ, സർട്ടിഫൈ ചെയ്ത് അവർ തരുമായിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നത് ജൂതന്മാരുടെ വളരെ ജനിതകത്തിൽ കറക്റ്റാണ്, പ്രശ്നമുണ്ടെന്നായിരുന്നു. വളരെ കറക്റ്റാണ്. ജൂതന്മാരുടെ ജനിതകത്തിൽ പ്രശ്നമുണ്ട്, അവരത്ര അതെ, അത് പ്യുവർ തന്നെയായിരുന്നു അല്ല, നാസികൾ അവർക്ക് പറഞ്ഞിരുന്നത്. തന്നെയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബ്ലഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പ്യുവർ ബ്ലഡ് ഉള്ള ആളുകൾ ഇംപ്യുവർ ബ്ലഡ് ഉള്ള ആളുകളുമായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം അവരിവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. കാരണം വൈറസ് മാതിരി, ഈ നേരത്തെ പറഞ്ഞ വൈറസ് മാതിരി ഇവിടെ ഈ വൈറസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ സമൂഹത്തിലെ ഓക്കെ, പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നാസികൾ ജൂതരെ വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യാനായിട്ട് പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ആര്യൻ വംശജരാണ് ഉന്നതർ, ജൂതന്മാര് നികൃഷ്ടരാണ്, അധമരാണ്. ഈ ജർമ്മനിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ അധമരായിട്ടുള്ള, നികൃഷ്ടരായിട്ടുള്ള ജൂതന്മാരാണ്. അത് ജൂതൻ ആയതുകൊണ്ടല്ല, അഥവാ ജൂത മതവിശ്വാസി ആയതുകൊണ്ടല്ല. ജൂതൻ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ, ആ കമ്മ്യൂണിറ്റി ആകെ മൊത്തത്തിൽ ഒരു വംശീയമായിട്ട് ജനറ്റിക്കലി അവർ കുറഞ്ഞ ആളുകളാണ് എന്നാണ് നാസികൾ പ്രചരിപ്പിച്ചിരുന്നത്. ആ പ്രചരണത്തിന്റെ ഫലമായിട്ട് ലക്ഷക്കണക്കിന് ജൂതർ കൊല്ലപ്പെടുകയോ പലായനത്തിന് വിധേയരാകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ചരിത്രം നമ്മളിൽ എല്ലാവർക്കും അറിയാം. അത് തികച്ചും റേസിസമാണ്. വംശീയമായിട്ടുള്ള ഒരു മേൽക്കോയ്മ ഞങ്ങൾക്കാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളെ അധമരും നികൃഷ്ടരും എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവരെ കൊന്നൊടുക്കാനായിട്ട് ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് റേസിസമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത്തരത്തില് ലോകത്തിന്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്. വെള്ളക്കാര്, യൂറോപ്യൻസ് നൂറ്റാണ്ടുകളോളം കറുത്ത വർഗക്കാരെ അവരധമരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നികൃഷ്ടരാണ്, അവര് മനുഷ്യരല്ല, അവർ മനുഷ്യരായിട്ട് പരിണാമം ചെയ്തിട്ടില്ല, അവർക്ക് വേദനയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം അടിമകളായിക്കൊണ്ട് നടന്നിരുന്നു. അതും റേസിസമാണ്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും റേസിസം പല രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. വംശം, ഞങ്ങളുടെ വംശം ഏറ്റവും മികച്ച വംശമാണ്, നിങ്ങൾ അധമരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹങ്ങളെ അധിക്ഷേപിക്കുക, കായികമായിട്ട് ആക്രമിക്കുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചരിത്രകാലത്തിൽ നിന്ന് എത്രയോ മാറിക്കഴിഞ്ഞു. വളരെ കുറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും റേസിസം എന്ന് പറയുന്ന വംശീയപരമായിട്ടുള്ള വംശീയ അധിക്ഷേപം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നാസി റജീമിലെ അല്ലെങ്കിൽ റേസിസം എന്ന് പറയുന്നത് ഈ ഒരു ആശയം മോശമാണ് എന്ന് പറയുന്നതും എങ്ങനെയാണ് സമാനമാകുക എന്നാണ് ഇനി അറിയേണ്ടത്. എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് ഇതുവരെ ഐഡിയ മനസ്സിലായിട്ടില്ല. അതായത് ഒരാൾ ഒരു വംശത്തിൽ ജനിച്ചു, ആ വംശത്തിൽ ജനിച്ച എല്ലാവരും, അതിന് മതത്തിന്റെ ഒരു തുലാസൊന്നുമില്ല. അതായത് ഒരു കറുത്ത വംശനായിട്ട് ജനിച്ച എല്ലാവരും, അതിൽ മുസ്ലിം ഉണ്ടാകാം, ഹിന്ദു ഉണ്ടാകാം, ക്രിസ്ത്യാനി ഉണ്ടാകാം, മതമില്ലാത്തവൻ ഉണ്ടാകാം, നിരീശ്വരവാദി ഉണ്ടാകാം, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അവനെല്ലാം മോശക്കാരാണ് എന്ന് പറയുന്നതാണ് റേസിസം. അതായത് അവൻ ആ ഒരു വംശത്തിൽ അവൻ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവർ മോശക്കാരാണ്.
എന്നാൽ ഒരു ആശയം ഒരു ആശയം മോശമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് രസമാകുന്നത്? അത് നമുക്ക് ഈ വീഡിയോയുടെ വരുന്ന ഭാഗത്ത് പരിശോധിക്കാം.